السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد، اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم بارك على سيدنا محمد وعلى آل سيدنا محمد وبارك على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. صل على جميع الأنبياء والمرسلين لله رب العالمين آمين برحمتك. പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മളൊരു ഹദീസ് പറയുകയുണ്ടായി. 4 ആളുകളെ സംബന്ധിച്ചാണ് ഹദീസിൽ പറഞ്ഞത്. അവരെ അല്ലാഹു തആല സ്വർഗത്തിൽ കടത്താതിരിക്കൽ, സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കാതിരിക്കൽ ഒരു ബാധ്യതയായി, കടമയായിട്ട് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഒരിക്കലും അവരെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ലെന്നും പറഞ്ഞ 4 വ്യക്തികളെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിലും ഒരു 4 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു റസൂൽ പരാമർശിക്കുന്നുണ്ട്. അർബഉ മിൻ സഅദത്തിൽ മർഇ, 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ്, സഅദത്തിൽപ്പെട്ടതാണ് 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവനാകും. അങ്ങനത്തെ 4 കാര്യങ്ങൾ ഉണ്ടാകുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യവും അവന്റെ വിജയത്തിന് നിദാനവുമാണ്. ഏതാണ് ആ 4 കാര്യങ്ങൾ? 4 കാര്യങ്ങൾ: 1, അന്തകൂന സൗജത്തുഹു സ്വാലിഹത്തൻ, അവന്റെ ഇണ സ്വാലിഹത്തായ ഒരു സ്ത്രീ ആയിരിക്കുക എന്നതാണ്. ഇണ സ്വാലിഹാവുക എന്നത് ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. കാരണം ഒരു കുടുംബത്തിന്റെ തുടക്കം, അടിത്തറ വിവാഹമാണ്. ആ വിവാഹത്തിൽ ലഭിക്കുന്ന ഭാര്യ സ്വാലിഹാണെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ വിരിയുന്ന സന്താനങ്ങളും സ്വാലിഹങ്ങളായിട്ട് മാറും എന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിവാഹം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടേണ്ട സ്ത്രീകളെ വിവരിക്കുന്ന കൂട്ടത്തിൽ കുറെ സ്ത്രീകൾ അല്ലാഹു റസൂൽ പറഞ്ഞതിന് ശേഷം ഫളുഫ്റു ബിദാത്തിദ്ദീൻ, ദീനിയായ സ്വാലിഹത്തായ പെണ്ണിനെ കൊണ്ട് നീ വിജയിച്ചോ എന്ന് പറഞ്ഞ വാക്കിൽ സൂചനയുണ്ട്. സ്വാലിഹത്തിനെ വിവാഹം ചെയ്യുക എന്നത് വിജയത്തിന് നിദാനമാണ്. തുടർന്നുള്ള റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, തെരിബത്ത് യദാക്ക്, വിജനിയായ സ്വാലിഹത്തായ പെണ്ണ് നീ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ നിന്റെ 2 കൈകളും മണ്ണിനോട് ചേരട്ടെ എന്ന് പറഞ്ഞാൽ നീ അത് നശിക്കാനും നിന്റെ ഹലാക്കിനിക്കും അത് ഹേതുവായി തീരുമെന്നതാണ് അതിന് അല്ലാഹു റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് ഭാര്യ എന്നത് അതാണല്ലോ നമ്മുടെ മക്കളുടെ, സന്താനങ്ങളുടെ പ്രാഥമിക മദ്രസ. മാതാവിന്റെ മടിത്തട്ടാണ്. ആ മടിത്തട്ടിൽ നിന്നാണ് സന്താനങ്ങൾ സംസ്കാരവും ദീനും പഠിക്കുക. അപ്പൊ അവര് നന്നായാലേ നന്നാവുള്ളൂ, മക്കൾ നന്നാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയിൽ ചെറിയ ഒരു അപാകത പിതാവായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, വീടിന്റെ ഉമ്മരപ്പടി നിന്ന് മാറ്റി വെക്കാൻ വേണ്ടി മകനോട് പറയണമെന്ന്. അതേ ഭാര്യനെ ഏൽപ്പിച്ചുകൊണ്ടാണ് മഹാനവറുകൾ തിരിച്ചു വന്നത്. ചരിത്രം നിങ്ങൾക്കറിയാം. അപ്പൊ ഒരു വീടിന്റെ ഉമ്മരപ്പടിയാണ്, വാതിലാണ് ഭാര്യ. അവരുടെ നന്മയാണ് ആ വീടിന്റെ നന്മ. സന്താനങ്ങളുടെ പ്രാഥമിക മദ്രസ അവളുടെ മടിത്തട്ടാണ്. അവിടെ നിന്നാണ് സന്താനങ്ങൾ നന്നായി തീരുക. എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരു സ്ത്രീ, അവളുടെ ഭർത്താവ് മുഴുക്കുടിയനായിരുന്നു. എപ്പോഴും കള്ളു കുടിച്ചുകൊണ്ട് മസ്തായി വരും. പക്ഷെ കള്ളു കുടിച്ചുകൊണ്ട് മസ്തായി വരുന്ന അദ്ദേഹത്തിനെ ആ ഭാര്യ ഉടനെ തന്നെ കൈപിടിച്ച് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി പുറത്തുള്ളവരാരെയും അറിയിക്കാത്ത വിധം അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കടത്തുകയും ആ ഭർത്താവിനെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തുകയും ചെയ്യും. ആർക്കും ഒരു ശല്യമോ മറ്റോ ഉണ്ടാവാൻ അനുവദിക്കാതെ. ഭർത്താവിന്റെ കള്ളുകൂടി നിർത്താൻ അവളെ കൊണ്ട് കഴിയുന്നില്ല. നിരന്തരം അവൾ ഉപദേശിച്ചിട്ടും
പല ശ്രമങ്ങൾ നടത്തിയിട്ടും വിജയിക്കുന്നില്ല. എന്നാലും അവൾ എന്ത് ചെയ്തു? ഭർത്താവിനെ വിട്ടൊഴിയാതെ, അവനെ ക്ഷമിക്കുകയോ മറ്റോ ചെയ്യാതെ ഈ നിലക്കുള്ള വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് അവൻ വരുമ്പോൾ അവനെ വേഗം കൈപിടിച്ച് കൊണ്ടുപോയി വീട്ടിനുള്ളിലാക്കി മറ്റുള്ളവർ അറിയിക്കാത്ത വിധം രഹസ്യമാക്കി വെച്ച് അവൾ അതിനെ നിയന്ത്രിക്കും. മാത്രമല്ല, മക്കളുടെ മുഴുവൻ ഉത്തരവാദിത്വം അവൾ ഏറ്റെടുക്കുകയും ആ മക്കളെയെല്ലാം നല്ല ദീനീ ചിട്ടയിൽ വളർത്തി നല്ല അറിവും തൻ്റെ ഇടമൊക്കെ നൽകി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ആ മക്കൾ കുറച്ചിങ്ങോട്ട് വലുതായപ്പോൾ ആ മക്കൾ ഉപ്പയെ ഇരുത്തിക്കൊണ്ട് മക്കൾ ചുറ്റുഭാഗം ഇരുന്ന് ഉപ്പയെ നിരന്തരം അവർ ഉപദേശിക്കുകയും ഉപ്പയോട് കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ അവർ പറയുകയും ചെയ്തപ്പോൾ ആ പിതാവ് തൻ്റെ കണ്ണൂടിയൊക്കെ നിർത്തി അയാൾ നിസ്കാരത്തിനും മറ്റൊക്കെ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി. ബിനിയാ ചിട്ടയിൽ ജീവിക്കാൻ തുടങ്ങി. എന്ന് വേണ്ട, പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് വരെ ആ മനുഷ്യനായി മാറി. അപ്പൊ ഇതാണ് ഭാര്യയുടെ നന്മയാണ് ആ വീട്ടിൽ ഭർത്താവും മക്കളൊക്കെ നന്നായി തീരാൻ കാരണമായി തീർന്നത്. അതാണ് ഭാര്യ നന്നാവുക എന്നത് ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ്. രണ്ടാമത് റസൂൽ പറയുന്നു, വൗലാദുഹു അബ്റാർ, അവന്റെ സന്താനങ്ങൾ നല്ലവരായിരിക്കുക, സ്വാലിഹ്യങ്ങളായിരിക്കുക എന്നതും ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ നന്നായാൽ മക്കൾ നന്നാകും. മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് ആദ്യമായി നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ്. തങ്ങളുടെ പിതാവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചും തങ്ങൾ ജനിച്ചതും വഫാത്തായതുമായ സ്ഥലങ്ങളെ കുറിച്ചും തങ്ങൾ കൊണ്ടുവന്ന ദൗത്യത്തിനെ സംബന്ധിച്ചും തങ്ങളുടെ കുറച്ച് മഹാത്മ്യങ്ങളും തങ്ങളുടെ കുറച്ച് മഹത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു മതിപ്പ് അവർ ഹൃദയത്തിൽ ഉണ്ടാക്കുക. കാരണം നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള വാസിത്ത മാധ്യമം അള്ളാഹ് റസൂലാണ്. റസൂൽ മുഖേന നമുക്ക് അള്ളാഹിനെ അറിയാൻ കഴിയൂ. ആ റസൂൽ മുഖേന പരമലോകത്തെ കുറിച്ച് അറിയാൻ കഴിയൂ. ആ റസൂൽ മുഖേനമേ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള നിയമങ്ങൾ നമുക്ക് കിട്ടൂ, നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ അടിസ്ഥാനത്തിൽ ആ റസൂലിനെ കുറിച്ചുള്ള ഒരു മതിപ്പും ബഹുമാനവും ആദ്യമായി സന്താനങ്ങൾ മനസ്സിലേക്ക് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വിവേകവും തൻ്റെ വകതിയും എത്താൻ തുടങ്ങിയാൽ ആ സമയത്ത് തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം. പിന്നെ അതിനുശേഷം ഇസ്ലാമിൻ്റെ പ്രാവർത്തികമാക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഉപേക്ഷിക്കേണ്ടവ തടഞ്ഞു നിർത്തുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിക ചിട്ടയിലും ഇസ്ലാമിക നിയമങ്ങളിലുമായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരൽ മാതാപിതാക്കളുടെ കടമയാണ്. ഈ കടമ അവര് ദീനിലും ധനത്തിലും നന്മയുള്ളവരായിക്കൊണ്ട് പ്രായപൂർത്തിയാകുന്നത് വരെ ഭർത്താവിൻ്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകുകയില്ല. 15 വയസ്സാണ് ഒരു പ്രായപൂർത്തി നമ്മൾ കണക്കാക്കുന്ന പ്രായം. ഈ 15 വയസ്സാകുമ്പോൾ അവന്റെ ദീനിന്റെ കാര്യത്തിലും ധനത്തിന്റെ കാര്യത്തിലും തൻ്റെ ഇടവും വിവേകവും നന്മയും സിദ്ധിച്ചിട്ടില്ലെങ്കിൽ മാതാപിതാക്കൾ ഉത്തരവാദിത്തം തീരുന്നില്ല. ഏത് സമയം, ഏത് വയസ്സിൽ, ഏത് കാലത്താണോ അവൻ ദീനിലും ധനത്തിലും സന്മാർഗവും നന്മയും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലെത്തുന്നതെങ്കിൽ അതുവരെ മാതാപിതാക്കൾക്ക് അവരെ കുറിച്ചുള്ള ഉത്തരവാദിത്തമുണ്ട്. നേരെ മറിച്ച് വിവേകവും തൻ്റെ ഇടവും നന്മയും ഉള്ളവനാ നിലക്ക് ഒരു മകൻ, ഒരു കുട്ടി പ്രായപൂർത്തിയായി അതുവരെ മാതാവും പിതാവും അവരെ ശരിക്ക് സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ ഉപദേശിച്ച് അവരെ തിന്മയിൽ നിന്നെല്ലാം തടഞ്ഞു നിർത്തി ഇസ്ലാമിൻ്റെ ചുറ്റുപാടിലും ചിട്ടയിലും വളർത്തിക്കൊണ്ടുവന്ന് വിവേകത്തിലും തൻ്റെ ഇടത്തിലും നന്മയിലുമായിട്ട് അവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞു. എന്നാൽ അതോടുകൂടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ചീത്തയാവുകയും അവന് ഫിസ്കിലേക്കും തമ്മാടിത്തത്തിലേക്കും അധാർമികതയിലേക്കും പോയാലും അതിൻ്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കില്ല. അതിൻ്റെ പേരിൽ അവർ കുറ്റക്കാരാവുകയും ഇല്ല. അവരെ തടയണ്ട എന്നല്ല പറഞ്ഞത്, തടഞ്ഞാലും അവർ അതിൽ നിന്ന് ഒഴിവാവട്ടെ, ചെയ്യാതിരിക്കട്ടെ, ചെയ്തിട്ടെ. ഉപദേശിക്കലും തടയലൊക്കെ കടമയുണ്ട്, അതെല്ലാവർക്കും കടമയാണല്ലോ. ഏതൊരു നിഷിദ്ധകാരം എവിടെ കണ്ടാലും തടയൽ ആരുടെ മേലും കടമയാണ്. അത് മാതാപിതാക്കളിൽ നിന്ന് മാത്രമല്ല, എല്ലാവരുടെ മേലും കടമയാണ്. ആ കടമ എന്നല്ലാതെ അവർക്ക് പ്രത്യേക ഒരു ബാധ്യത പിന്നെ ആ മക്കളെ കുറിച്ച് വരികയില്ല എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അപ്പൊ സന്താനങ്ങൾ നല്ലവരാവുക എന്നാണ് രണ്ടാമത്തെ വിജയത്തിന്റെ വിധാനം. മൂന്നാമതായി അല്ലാഹു റസൂൽ പറഞ്ഞു ഖുലതാഹു സ്വാലിഹീൻ, അവന്റെ കൂട്ടുകാരും അവന്റെ സ്നേഹിതന്മാരും സ്വാലിഹ്യങ്ങളാവുക എന്നാണ് മൂന്നാമത്തേത്. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നവരാണ് അവന്റെ കൂട്ടുകാർ. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും, നടപടികളിലായിരിക്കും. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു, നിങ്ങൾ ഓരോരുത്തരും അവൾ കൂട്ടുകൂടുന്ന ആളെ കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കുകയും നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കൂട്ടുകാരൻ നന്നായാൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊക്കെ പഴമൊഴിയിലുണ്ട്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്നും ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്നുമൊക്കെ നാം പഴമൊഴിയിൽ പറയാറുണ്ട്. അവർ കൂട്ടുകാരന് അവന്റെ ജീവിതത്തിനെ നന്നാക്കിയെടുക്കുന്നതിൽ വലിയ സ്ഥാനമുണ്ട്. വളരെയധികം അനുഭവങ്ങൾ അതിലൂടെ നമുക്ക് എത്താൻ കഴിയും. എൻ്റെ നാടിൻ്റെ ഒരു പരിസരത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ മകൻ വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണിനെ അവൻ പോയി കണ്ടു. ആ പെണ്ണിനെ അവന് ഇഷ്ടപ്പെട്ടു. പക്ഷേ പിതാവിനും മാതാവിനും ആ കുടുംബത്തെയും അവിടുത്തെ പരിസരവും ആ പെണ്ണിനെയും വേണ്ടതുപോലെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അത് വേണ്ട എന്നവർ പറഞ്ഞെങ്കിലും ഈ മകൻ അതിൽ നിന്ന് പിന്മാറിയില്ല. ഉപ്പ പറഞ്ഞിട്ട് പിന്മാറിയില്ല, ഉമ്മ പറഞ്ഞിട്ട് പിന്മാറിയില്ല. അവൻ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെയുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറൊക്കെ ആയ മനുഷ്യനാണ് ഈ മകൻ. അവർ പല നിലക്കും ഉപദേശിച്ച് നോക്കിയെങ്കിലും അവൻ പിന്മാറാൻ തയ്യാറായില്ല. അവസാനം അയാൾ, ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് മകൻ, ഞങ്ങൾക്ക് ആ കല്യാണം നടത്തുന്നത് തീരെ താല്പര്യമില്ല, അവനാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടും ഒഴിവാകുന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആളാണ്, ഉപ്പ മൂല്യരാണ്, മുസ്ലിയരാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ മകൻ്റെ അടുത്ത കൂട്ടുകാരൻ ആരാന്ന് വെച്ചാൽ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന ആളാണ് അടുത്ത കൂട്ടുകാരൻ, അവനുമായിട്ട് എപ്പോഴും സഹവാസത്തിലാണ്. എന്നാൽ നിങ്ങൾ ആ കൂട്ടുകാരനെ കണ്ടിട്ട് കൂട്ടുകാരനുമായി സംസാരിച്ച് കാര്യങ്ങൾ അവനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവനോട് ഇവൻ ഉപദേശിക്കാൻ വേണ്ടി, ഇവനോട് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഉസ്താദ്, എൻ്റെ സ്നേഹിതൻ, അവൻ്റെ മകൻ്റെ കൂട്ടുകാരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരൻ മകനെ വിളിച്ചിട്ട് ഉപദേശിച്ചപ്പോൾ യാതൊരു സംശയമില്ല, പെട്ടെന്ന് തന്നെ അവൻ അതിൽ പിന്മാറുകയും അങ്ങനെയാണെങ്കിൽ അത് വേണ്ട എന്നവൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ് ഉണ്ടായത്. അവർ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചലനം സൃഷ്ടിക്കാൻ വലിയ ഒരു സ്ഥാനം സ്നേഹിതന്മാർക്കുണ്ട് എന്ന് സംശയമില്ല. അതുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യമായി അല്ലാഹു റസൂൽ പറഞ്ഞത് അവൻ്റെ സ്നേഹിതന്മാർ സ്വാലിഹീങ്ങളാവുക. നാലാമത് അല്ലാഹു റസൂൽ പറഞ്ഞ എന്താ, അയ്യകൂന റിസ്ഖുഹു ഫി ബലദിഹി, അവൻ്റെ റിസ്ക്കും അവൻ്റെ ഭക്ഷണവും അവൻ്റെ നാട്ടിൽ തന്നെ ആയിരിക്കാം. അവനും അവൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള വക, അതിനുള്ള ഒരു സാമ്പത്തിക ശേഷിയും റിസ്ക്കും അവൻ്റെ സ്വന്തം ജന്മനാട്ടിൽ തന്നെ ലഭിക്കുകയും അവിടെ നിന്ന് അത് കിട്ടാനുള്ള മാർഗം ഉണ്ടാവുകയും ചെയ്യുക എന്നത് അത് വലിയ ഭാഗ്യമാണെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നു. അത്തരം ഭാഗ്യങ്ങൾ പ്രവാസികൾക്ക് അത് ലഭിക്കുന്നില്ല. അത് അവർക്ക് ചില ഗുണങ്ങളൊക്കെ അതിൻ്റെ ഉണ്ടെങ്കിലും ഇത് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നേടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ അതൊരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണെന്ന് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.